സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷഹനാദ് ആണ്. എന്തെല്ലാടോ, എല്ലാവർക്കും സുഖാണോ മക്കളെ? വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ വന്നത്. നോക്കൂ, വരാൻ പോകുന്ന PSC പരീക്ഷകൾ, അത് ഏതൊരു പരീക്ഷ ആയിക്കോട്ടെ, ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷകൾക്ക് നിങ്ങൾക്ക് SCERT വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്റെ പിറകിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും SCERT പാഠഭാഗങ്ങൾ, ഒരുപാട് SCERT പാഠഭാഗങ്ങൾ കണ്ട നിങ്ങൾ നല്ല വ്യക്തമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ചിലതൊക്കെ ഡിലീറ്റ് ചെയ്ത് കാണാം, നിങ്ങൾക്ക് ചിലതൊക്കെ ആവശ്യമുള്ള കാണാം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു 10 മിനിറ്റ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതിരിക്കണേ. ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് വരാൻ പോകുന്ന പരീക്ഷകൾക്ക് SCERT നമ്മൾ എങ്ങനെ പഠിക്കുമെന്നാണ്. നിങ്ങൾ നിലവിൽ കമ്പനി ബോർഡ് LGS എക്സാമിന് അപേക്ഷിച്ചവരായിരിക്കും. 2026 നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കാനുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ് കമ്പനി ബോർഡ് LGS. അതുപോലെ PSCയുടെ യോഗ തീരുമാനം നിങ്ങൾ അറിഞ്ഞിരിക്കും. ഈ ഡിസംബർ മാസം വരാൻ പോകുന്ന ഏറ്റവും ടോപ്പ് വിജ്ഞാപനമാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്. അടുത്ത ആഴ്ച മുതൽ നിങ്ങൾക്ക് പ്രൊഫൈലിൽ വരും നോട്ടിഫിക്കേഷൻ. അപ്പൊ അത് നിങ്ങൾക്ക് അപേക്ഷിക്കാം. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിനെ കുറിച്ച് വിശദമായിട്ട് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുൻകാലത്തെ ലിസ്റ്റിനെ കുറിച്ചും അതിന്റെ ജോലികളെ കുറിച്ചും സാധ്യതയെ കുറിച്ചും എല്ലാം ഞാൻ ഒരു വീഡിയോ ചെയ്യും. നിങ്ങളുടെ അഭിപ്രായം പോലെ എത്ര പേര് കമന്റ് ചെയ്ത് നോക്കട്ടെ. അറിയാൻ ആഗ്രഹിക്കുന്നവർ കമന്റ് ചെയ്യുക. അപ്പോ ഈ VFA എന്ന് പറഞ്ഞാൽ 10th ലെവൽ LDC ലെവൽ ഒരു പരീക്ഷയാണ്. ഇംഗ്ലീഷും മലയാളവും ഒക്കെ ഉൾപ്പെടുന്ന പരീക്ഷയാണ്. അതുപോലെ LGS എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മലയാളം IT ഇതൊന്നും ഇല്ല. സാധാരണ നമ്മളൊരു LGS എക്സാം എങ്ങനെയാണ്, അതാണ് കമ്പനി ബോർഡ് LGS. ഓക്കെ, ഡിഗ്രിക്കാർക്കൊക്കെ എഴുതാൻ പറ്റുന്ന പരീക്ഷ. അപ്പൊ ഈ രണ്ട് പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ ഒരുപാട് പേര് സംശയമാണ്, SCERT എങ്ങനെയാണ് സാറേ പഠിക്കേണ്ടത്? മക്കളെ, ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ ഈ അടുത്ത് നടന്ന PSC പരീക്ഷകൾ, അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളായി നടക്കുന്ന PSC പരീക്ഷകൾ നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും 70-80% ചോദ്യങ്ങളും SCERT നേരിട്ടാണ്. അപ്പൊ നമ്മൾ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പുതിയ SCERT പാഠഭാഗങ്ങളാണ് മുഴുവൻ മാറിയിട്ടുണ്ട്. അതെല്ലാം നല്ല രൂപത്തിൽ പഠിക്കുമ്പോൾ നോക്കൂ, ഞാൻ ഇവിടെ ഓരോന്നോരോന്നായിട്ട് ഒരു പടയൊരുക്കം എന്നൊരു പേരിട്ടുകൊണ്ട് മുമ്പ് ചെയ്ത സീരീസ് ആയിരുന്നു. പക്ഷെ അത് കുറച്ചുകൂടി വൃത്തിക്ക് ഏറ്റവും ലേറ്റസ്റ്റ് മാറ്റങ്ങളൊക്കെ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് നൽകുകയാണ്. ഇതിന്റെ PDF ഫ്രീ ആയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ കിട്ടും. ടെലഗ്രാം ചാനൽ ലിങ്ക് ഫസ്റ്റ് കമന്റിൽ ഉണ്ടാവും, അല്ലെങ്കിൽ സ്ട്രൈക്കർ PSC സെർച്ച് ചെയ്യുക. എല്ലാവരും അവിടെ വരിക. അവിടെ ഒരുപാട് ടൈം ടേബിൾ, ക്ലാസ്സുകളും നോട്ടൊക്കെ ഫ്രീ ആയിട്ടോ. ഞാൻ 5ാം ക്ലാസ് എന്ന് പറഞ്ഞിട്ട് 5ാം ക്ലാസ്സിലെ പാഠഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. പീലിയുടെ ഗ്രാമം, ഭക്ഷണവും മനുഷ്യരും. ഞാൻ ഇതൊന്നും വായിക്കുന്നില്ല. നോക്കൂ, ഇങ്ങനെ 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 2 പേജ് കാണാം നിങ്ങൾക്ക് എന്റെ ബെക്കിൽ. അതുപോലെ തന്നെ സയൻസിലെ 2 പേജ്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ഏതൊരു പുതിയ ഉദ്യോഗാർത്ഥിയാണെങ്കിലും ഈ ഒരു മുഴുവൻ ചാപ്റ്റേഴ്സും 5ാം ക്ലാസ് പഠിച്ചു തീർക്കാൻ ഏറിപ്പോയാൽ നിങ്ങൾക്ക് ഒരു 2 മണിക്കൂർ സമയം മതി. ഏറിപ്പോയാൽ നോക്കൂ, ഓരോ ചാപ്റ്ററിനകത്തും ഒരു 10 പോയിന്റേ ഉള്ളൂ. അപ്പൊ നമുക്കൊരു 2 മണിക്കൂർ പോലും വേണ്ട. ഞാൻ മാക്സിമം ആണ് പറയുന്നത് കേട്ടോ. 2 മണിക്കൂറാണ് 5ാം ക്ലാസ് ആകെ പഠിക്കാൻ വേണ്ടത്, നിങ്ങളൊന്ന് മനസ്സിരുത്തി പഠിക്കുകയാണെങ്കിൽ. അപ്പൊ നോക്കൂ, 5ാം ക്ലാസ്, അതുപോലെ തന്നെ 6ാം ക്ലാസ്, 6th സ്റ്റാൻഡേർഡ്. അതിനിടയിൽ ചെറിയൊരു കാര്യം പറയാം. ഞാൻ ഇതെല്ലാം ടാസ്ക് ആയിട്ട് നിങ്ങൾക്ക് നൽകും. എന്ന് വെച്ചാൽ 5ാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സ് നമ്മൾ ഇതുവരെ ക്ലാസ് എടുത്തിട്ടില്ല. ഈ പറയുന്ന പീലിയുടെ ഗ്രാമം, അതിനകത്തൊക്കെ എന്തെങ്കിലും എടുക്കുകയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഭക്ഷണവും മനുഷ്യരും. അപ്പൊ 5, 6, 10 പോയിന്റുകളാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു ക്ലാസ് ആയിട്ട് ഓരോ ചാപ്റ്റർ വൈസ് എടുത്തിട്ടില്ല. ഇതെല്ലാം ഞാൻ എങ്ങനെയാണ് നൽകുക? നമ്മളൊരു ടാസ്ക് എന്ന രൂപത്തിൽ ഓരോ ചാപ്റ്റേഴ്സും ചോദ്യങ്ങൾ നോക്കൂ, നിങ്ങളോട് പഠിക്കാൻ പറയും. ഇതൊക്കെ ഫ്രീ ആയിട്ടാണ് കേട്ടോ. ടെലഗ്രാമിൽ ഫ്രീ ആയിട്ട് നിങ്ങളോട് പഠിക്കാൻ പറയും. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചാപ്റ്റേഴ്സ് ലിസ്റ്റ് എന്ത് ചെയ്യുക, പഠിച്ചു വരിക. അതിന്റെ PDF തരും. അത് പഠിച്ചിട്ട് എക്സാം പോലെ എഴുതി ആ ഒരു ഏരിയ സെറ്റ് ആക്കുക. 5ാം ക്ലാസ് കേട്ടോ. മുമ്പത്തെ 5ാം ക്ലാസ്. അടുത്ത സംശയമാണ്, SCERT പഴയത് പഠിക്കണം. തീർച്ചയായിട്ടും പഠിക്കണം. പുതിയതെന്ന് മാത്രം BSC ക്വസ്റ്റ്യൻ ഒന്നുമില്ലല്ലോ. പഴയ SCERT ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ പഴയ SCERT ഇതുപോലെ തന്നെ വളരെ സിമ്പിൾ ആണ് 5ാം ക്ലാസ് പഠിക്കുവേ. അപ്പൊ 5, അതുപോലെ തന്നെ 6, 7ാം ക്ലാസ് മുതലാണ് ശരിക്കും നമുക്ക് അത്യാവശ്യം കണ്ടന്റുകൾ വരുന്നത്. അപ്പൊ 5ഉം 6ഉം നിങ്ങൾ പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ അത് ഞാൻ ഈ ഒരു PSC പരീക്ഷ അടുക്കുന്ന സമയത്ത് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് റിവിഷൻ ചെയ്തു പോകാം. ഈ ഒരു തുടക്ക സമയത്ത് നമ്മൾ 5ഉം 6ഉം അവിടെ മാറ്റി വെക്കുന്നു. 7, 8, 9, 10 ആണ് പഠിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് നല്ല ക്ലാസ്സുകൾ, എന്ന് ഞാൻ പറയുന്നത് എന്നെ സംബന്ധിച്ച് മാക്സിമം ആണ്. ചിലർ പറയും മുഴുവനൊന്നും ഇല്ല, ക്ലാസ് അല്ലെങ്കിൽ വലിച്ചു നീട്ടുകയാണ്, അങ്ങനെയൊക്കെ എക്സ്ട്രാ പോയിന്റ് പറയുന്നുണ്ട്, അത് വേണ്ട എന്നൊക്കെ പറയുന്നുണ്ടാവും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അഭിപ്രായം പറയാം. നിങ്ങൾക്ക് എങ്ങനെ ക്ലാസ് വേണമെന്ന് അഭിപ്രായം പറയാം. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ ഇതാ 6ാം ക്ലാസ് ഞാൻ അവിടെ മാറ്റി വെക്കുകയാണേ. 6ാം ക്ലാസ് അവിടെ മാറ്റി വെക്കും തൽക്കാലം. അതിനകത്ത് കുറച്ച് ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങളുടെ ക്രോസ് ഇത് കാണാം അല്ലേ, അതായത് വേണ്ട, ക്യാൻസൽ ചെയ്യുന്ന രൂപത്തിൽ. എന്ന് വെച്ചാൽ PSC ക്യാൻസൽ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ നമ്മുടെ സിലബസ് പ്രകാരം നിങ്ങൾക്ക് LGSനും അതുപോലെ തന്നെ VFA, അതായത് LDC ലെവലിലും ഈ കഴിഞ്ഞൊരു 3-4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനം ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചത്. ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് മാത്രം സ്വീകരിക്കാം, അല്ലെങ്കിൽ ഇതിലൂടെ കേട്ടിട്ട് ഇതിലൂടെ വിട്ടേക്കാം. കാരണം ഒരുപാട് പഠിക്കാനുണ്ടാകുമ്പോൾ നമുക്ക് സിലബസ് അനുസരിച്ച് പഠിക്കലാണ് ഏറ്റവും ബെറ്റർ ആയ ഒരു ഓപ്ഷൻ. അത് എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ് ഞാൻ പറയുന്നത്. സിലബസ് അനുസരിച്ച് ഇല്ലാത്ത, വേണ്ടാത്ത, അതായത് ചോദ്യങ്ങൾ വരാത്ത ഏരിയ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. മുഴുവൻ 5 to 10ാം ക്ലാസ് ഒരൊറ്റ PDF നിങ്ങൾക്ക് തരികയാണ്. ഇപ്പൊ പല സ്ഥാപനങ്ങളും അല്ലെങ്കിൽ പലരും നിങ്ങൾക്ക് ഓൾറെഡി ഇതിനോട് തന്നിട്ടുണ്ടാവും. എങ്ങനെ
കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് ഞാൻ ഈ PDF കൊടുത്തിരുന്നു നമ്മുടെ കുട്ടികൾക്ക്. എങ്ങനെ അവർ തന്നിട്ടുണ്ടാകുക? അവർ ഹിസ്റ്ററി എന്ന് പറഞ്ഞ ഹിസ്റ്ററിയിലെ 4 ചാപ്റ്റർ, ജോഗ്രഫി 4 ചാപ്റ്റർ. അപ്പൊ അങ്ങനെ പഠിക്കാൻ നിങ്ങൾക്ക് നല്ലതാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ പറയട്ടെ, ഞാൻ നിങ്ങളോട് ഇന്നലെ ഒരു ബുക്ക്, ഇതുപോലൊരു ബുക്ക് എടുത്തിട്ട് നിങ്ങളോട് എന്ത് പറഞ്ഞു? നമ്മളൊരു എഴുതി ഉണ്ടാക്കണം നിങ്ങൾ ഓരോ ദിവസവും, അല്ലെ? ഇങ്ങനെ 7ാം ക്ലാസ് 6ാം ക്ലാസ് ഒക്കെ പറഞ്ഞ് എഴുതി ഉണ്ടാക്കാൻ പറഞ്ഞു. അത്തരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക? 7th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് എഴുതുക. എന്നിട്ട് പഠിച്ച ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്ന് എഴുതി വെക്കുക. എന്നിട്ട് അത് റിവിഷൻ ചെയ്യുക. ദെൻ 8ാം ക്ലാസ് എടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആകെ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് ഞാൻ പറയാം. അവസാനം 120ഓളം ചാപ്റ്റേഴ്സ് ഉണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട 50-60 ചാപ്റ്റേഴ്സ് ആണ്. നോക്കൂ, കമ്പനി ബോർഡ് LGS എക്സാമിന് ഇനി നമ്മൾ ഇപ്പോൾ കണക്ക് കൂട്ടുന്ന ഏകദേശം ഒരു കാൽക്കുലേഷൻ ആണ്. ഒരു 3 മാസം കണക്കാക്കാം, ഒരു 90-100 ദിവസം. ആ 100 ദിവസം കൊണ്ട് യൂട്യൂബ് ചാനൽ വഴി ഈ ഒരു 60 പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് എന്തായാലും ഞാൻ ക്ലാസ് എടുക്കും. 10ഓളം ചാപ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞു. 50 ചാപ്റ്റേഴ്സ് ആണ് ഇനി വരാൻ പോകുന്ന 100 ദിവസം കൊണ്ട്. എന്താണെങ്കിലും 2-3 ദിവസത്തിലൊക്കെ, അല്ലെങ്കിൽ ഒരു ദിവസം 2 ക്ലാസ് ഒക്കെ ആയിട്ടാണെങ്കിൽ ഒരു 50 ചാപ്റ്റേഴ്സ് നമ്മൾ യൂട്യൂബിൽ എടുക്കും. എന്ന് വെച്ചാൽ ബാക്കിയും എടുക്കില്ല എന്നല്ല, പരമാവധി ഞാൻ 60 ചാപ്റ്റേഴ്സ് എന്തായാലും എടുത്തു തീർക്കും. അപ്പൊ നിങ്ങൾക്ക് അത് അവസാനത്തേക്ക് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് എടുക്കുകയെന്ന്. അപ്പൊ മക്കളെ, ഇതുപോലെ ഇപ്പോൾ SCERT പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ജസ്റ്റ് ഒരു കാര്യം പറയാം. നമ്മളിതൊക്കെ ഒരു മെന്റർഷിപ്പ് ബാച്ച്, കമ്പനി ബോർഡ് LGSനെ, ഇത് ഞാൻ ഇപ്പോൾ പറയുന്നത്, ഇപ്പോൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഈ ബാച്ച് തുടങ്ങിയിട്ടില്ല. ഈ ബാച്ച് തുടങ്ങുക ഡിസംബർ 15-ാം തീയതിയാണ്, 2025 ഡിസംബർ. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും, ഇതിന് ശേഷം വീഡിയോ കാണുന്നവരാണെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ച് ചോദിക്കാം കേട്ടോ. ഡിസംബർ 15 കമ്പനി ബോർഡ് LGSന് വേണ്ടിയിട്ടുള്ള ഒരു ബാച്ചാണ്. കംപ്ലീറ്റ് SCERTയും അതുപോലെ തന്നെ കറണ്ട് അഫേഴ്സ് ഉൾപ്പെടെ അവിടെ തരും. മാത്സ് ഉൾപ്പെടെ വർക്കൗട്ട് കാര്യങ്ങളാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് അന്വേഷിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ടോട്ടലായിട്ട് 5 മാസത്തെ ഒരു കോഴ്സാണ്. എക്സാമിന് ഡേറ്റ് അറിയാത്തോണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിനകത്ത് ചെറിയൊരു ഫീസ്, ഒരു 100-100 രൂപയാണ് ഒരു മാസം വരിക. അങ്ങനെ എല്ലാം കൂടി 5 മാസത്തേക്ക് ഒരു 100 രൂപ എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു എമൗണ്ട് അല്ലാത്തതുകൊണ്ടാണ് മാസം വെച്ച് നിങ്ങൾ അന്വേഷിക്കുക, കാര്യങ്ങൾ തിരക്കുക. വാട്സപ്പിൽ 73-06-11-82-42 നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കാം. ഞാൻ തിരിച്ച് നമ്മുടെ കാര്യങ്ങളിലേക്ക് വരാം. അപ്പോൾ 6ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് VFA എന്ന് കൊടുത്തിട്ടുണ്ടാവും, രാഷ്ട്രവും ഗവൺമെന്റും. നോക്കൂ, ഇവിടെ ആക്ച്വലി കുറച്ച് കാര്യങ്ങൾ നമുക്ക് LDC സിലബസിലുള്ളത് ഇപ്പോൾ ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ ആ ചാപ്റ്ററിനകത്തുണ്ട്. ഭൂപടവുമായി ബന്ധപ്പെട്ട്, ഗ്ലോബുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും കമ്പനി ബോർഡ് LGSന്റെ പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ LGS പരീക്ഷയ്ക്ക് ചോദിക്കാറില്ല. സിലബസ് ഇല്ലാത്തതുകൊണ്ടും വേൾഡ് ജോഗ്രഫി, വേൾഡ് ഹിസ്റ്ററി സിലബസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് ഒഴിവാക്കിയത്. മനസ്സിലാക്കണം, പലരും ഇങ്ങനെ പഠിച്ചു പോകുന്നുണ്ട്. പഠിക്കുന്നതിന് കുഴപ്പമില്ല, കാരണം നിങ്ങൾ LDC ചെയ്തല്ലോ. പക്ഷെ കമ്പനി ബോർഡ് LGS ഇല്ല എന്ന് മനസ്സിലാക്കി പഠിക്കണം. അതുകൊണ്ടാണ് VFA എന്ന് കൊടുത്തത്. ഭൂഖണ്ഡങ്ങളിലൂടെ എന്ന് പറയുമ്പോൾ ഇപ്പൊ പസഫിക് കാര്യങ്ങൾ, അവിടെ പസഫിക് സമുദ്രത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആർട്ടിക്കിനെ കുറിച്ചും ആഫ്രിക്കയെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ അതൊന്നും നമ്മുടെ LGSന് ചോദിക്കുമോ? മറ്റൊരു ചിന്ത LGS ചോദിക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് 10th ലെവൽ യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾ, ഞാൻ ഈ പറയുന്ന രൂപത്തിൽ അവസാനം പറഞ്ഞുതരാം, LGS മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കരുത്. എൻ്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത്. നിങ്ങൾ VFAക്ക് പഠിക്കുക, SCERT പഠിക്കുന്ന സമയത്ത്. ഓക്കെ, എന്നിട്ട് എക്സാം ഏതാണോ ആദ്യം വരിക ആ സമയത്ത് നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കാം. നിങ്ങൾ LGS ആണ്, നിങ്ങൾ ഇംഗ്ലീഷും മലയാളം ഒന്നും പഠിക്കാതെ LGSന് മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഇനി ആദ്യം VFA എക്സാം ആണ് വരുന്നെങ്കിലോ നിങ്ങൾ ഇംഗ്ലീഷും മലയാളം ഒക്കെ പഠിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പൊ അതുകൊണ്ട് നമുക്ക് അത് എക്സാമിന്റെ ഡേറ്റ് വരട്ടെ. ആ സമയത്ത് ആ ഒരു അവസാനം ഒരു 1.5 മാസം നമുക്ക് LGS ആണോ VFA ആണോ എന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കാം. ഇപ്പോൾ നിങ്ങൾ എല്ലാവരും, എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്, VFA ബേസ്ഡ് SCERT പഠിക്കുക. ഇനി നമ്മുടെ കമ്പനി ബോർഡ് LGSലാണെങ്കിൽ ഞാൻ VFAയുടെ SCERT ക്ലാസ്സുകൾ എടുക്കില്ല. അത് പെയ്ഡ് ബാച്ചിലാണ്ട് കാര്യം പറഞ്ഞത്, ഇവിടെ യൂട്യൂബിൽ എടുക്കും. അപ്പൊ പെയ്ഡ് ബാച്ചിൽ അത് VFAക്ക് വേണ്ടി വേറെ തന്നെ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ട് അവർക്ക് അവിടെ ക്ലാസ് SCERT കൊടുക്കും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കമ്പനി ബോർഡ് LGS ആണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഈ VFAയുടെ ചാപ്റ്റേഴ്സ് ഒഴിവാക്കാം. ഓക്കെ, ഇനി നമ്മൾ 7ാം ക്ലാസ്സിലേക്ക് വരികയാണെങ്കിൽ 7ാം ക്ലാസ് മുതലാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ 7ാം ക്ലാസ്സിൽ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്, നിങ്ങൾ പോയി ചെക്ക് ചെയ്ത് നോക്കൂ. വിളയിക്കാം നൂർമേനി ക്ലാസ് എടുത്തിട്ടുണ്ട്, ആസിഡുകളും ബേസുകളും ക്ലാസ് എടുത്തിട്ടുണ്ട്, പ്രകാശം പ്രതിപദിക്കുമ്പോൾ ക്ലാസ് എടുത്തിട്ടുണ്ട്, മനുഷ്യരെയും വിസ്മയം ക്ലാസ് എടുത്തിട്ടുണ്ട്, അല്ലേ? അതുപോലെ തന്നെ ഈ പറയുന്ന ബാക്കി ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. ഇവിടെ നോക്കൂ, ഭരണഘടന വഴിയും വഴികാട്ടിയും, ഹിസ്റ്ററി, നമ്മുടെ ചരിത്രവും ഭരണഘടനയും ബന്ധപ്പെട്ട ടോപ്പിക്കാണ്, അല്ലേ? അത് എടുത്തിട്ടുണ്ട്. സോഷ്യൽ സയൻസിൽ അനീതി നീതിയിലേക്ക് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഭൂമി, ഇന്ത്യൻ ഉപഭൂഖണ്ഡം, ഇതെല്ലാം എടുത്ത ചാപ്റ്റേഴ്സ് ആണ്. ഇവിടെ മധ്യകാല ഇന്ത്യനെ ഒഴിവാക്കി. VFA പഠിക്കുന്ന ആളാണെങ്കിൽ പഠിക്കേണ്ട, LGS ആണെങ്കിൽ പഠിക്കേണ്ട. അപ്പൊ നിങ്ങൾ ഈ PDF ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതൊന്നുകിൽ പ്രിന്റ് എടുത്ത് വെക്കുക. കുറച്ച് വലുതാക്കി നിങ്ങൾക്ക് പ്രിന്റ് എടുക്കുമ്പോൾ നഷ്ടമായിരിക്കും, നിങ്ങൾ പറ്റുന്നവർ എഴുതിയെടുക്കുക. അല്ലെങ്കിൽ SCERTയുടെ ബുക്ക്, റാങ്ക് ഫയൽ വാങ്ങുന്നവരാണ് ഇതൊന്നും ചെയ്യേണ്ട കേട്ടോ. അല്ലെങ്കിൽ പുസ്തകങ്ങൾ, സ്കൂളുകളിലെ പുസ്തകങ്ങൾ സംഘടിപ്പിച്ച് എങ്ങനെയാണെങ്കിൽ നിങ്ങൾ മെറ്റീരിയൽ കയ്യിലുണ്ടെങ്കിൽ ചെയ്യേണ്ട. അല്ലാത്തവരെല്ലാവരും ഇത് എഴുതിയെടുക്കുക. നിങ്ങളൊരു അരമണിക്കൂർ മെനക്കെട്ടാൽ മതി ഇതൊന്ന് എഴുതിയെടുക്കാൻ. PDF ഇവിടെ കിട്ടും, ടെലഗ്രാം ചാനൽ. അപ്പൊ അങ്ങനെ 7ാം ക്ലാസ് നോക്കൂ, ബജറ്റ് നമ്മൾ ക്ലാസ് എടുത്താണ് ഇതൊക്കെ കേട്ടോ. അധികാരം ജനങ്ങൾക്ക് ക്ലാസ് എടുത്താണ്, വിവേചനത്തിനെതിരെ ക്ലാസ് എടുത്താണ്, ആധാരശിലകൾ ക്ലാസ് എടുത്താണ്. അപ്പൊ 7ാം ക്ലാസ് നമ്മൾ ഏകദേശം കഴിഞ്ഞു. ഇനി 8ാം ക്ലാസ്സിലേക്ക് പോകും. ഇതാ അടുത്ത ദിവസങ്ങളിൽ നമ്മളിപ്പോൾ ഇതൊക്കെ ചാപ്റ്റേഴ്സ് തുടങ്ങി.
നോക്കൂ, അളവും യൂണിറ്റ് നമ്മൾ തുടങ്ങി. ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ എടുത്തു കഴിഞ്ഞു അല്ലേ? ഇനി ഇത് ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്. ദേശീയ പ്രസ്ഥാനം, ഇത് നമ്മൾ അധിനിവേശം ചേർത്ത് നിൽപ്പും. നോക്കൂ, പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് ആണ്. ദേശീയ പ്രസ്ഥാനം കേരളം നമ്മൾ എടുത്തു കഴിഞ്ഞു അല്ലെ? കഴിഞ്ഞ ദിവസം യൂട്യൂബില് ലൈവായിട്ട് 2 മണിക്കൂർ ക്ലാസ് എടുത്താണ്. അപ്പൊ അത്തരത്തില് നമ്മൾ എടുത്തു. നിങ്ങൾ എന്ത് ചെയ്യുക, LGSന് വേണ്ട ചാപ്റ്റേഴ്സ് നോക്കുക. VFAക്ക് വേണ്ടി എടുത്തു പറയുന്നുണ്ട് ഞാൻ. ലോക ഭൂപടത്തിൽ യൂറോപ്പ്, അതിനെക്കുറിച്ച് LGSന് ചോദിക്കില്ല. അതുകൊണ്ട് VFAക്കാർ അത് പഠിക്കുക. അതുപോലെ തന്നെ വൈദ്യുതിയും കാന്തവും എന്താണ് സാറ് ഒഴിവാക്കി, നമ്മുടെ സിലബസിൽ ഇല്ലാത്തതുകൊണ്ടാണ്. ഇനി നാളെ ഒരു പരീക്ഷയ്ക്ക് വൈദ്യുതിയെ കുറിച്ച് ചോദിച്ചിട്ട് നിങ്ങൾ എന്നെ ചീത്ത പറയാൻ നിൽക്കണ്ട. ഞാൻ പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി സിലബസ് ബേസ്ഡ് എന്ന് ആദ്യം പറഞ്ഞു. സിലബസ് അനുസരിച്ചുള്ള ചാപ്റ്റേഴ്സ് തിരിച്ചാണ്. ഇനി അതിന് പുറത്ത് ചോദ്യങ്ങൾ വന്നാൽ അത് നിങ്ങൾ റിസ്ക് ആണ്, അത് നിങ്ങൾ ഏറ്റോളണം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് മുഴുവൻ പഠിച്ചിട്ട് ബാക്കിയുള്ള ചാപ്റ്റേഴ്സും കൂടി വായിച്ച് പഠിക്കുക. ഓക്കെ, ഒരു സ്മാർട്ട് വർക്ക് എന്ന രൂപത്തിലാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. 9ാം ക്ലാസ്സിൽ ഒരുപാട് ചാപ്റ്റേഴ്സ്, ഇതൊക്കെ നിങ്ങൾ വായിക്കണം കേട്ടോ. സംസ്കാരം എന്ന ടോപ്പിക് ചിലപ്പോൾ ചോദിക്കാം. ആദിമ മനുഷ്യനെ കുറിച്ചൊക്കെ ചോദിക്കാലോ. ചോളനാട് ഡൽഹിയിലേക്ക്, അവിടെയും ഒരുപാട് ഇന്ത്യൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കാം. ഞാൻ പറഞ്ഞൊരു റിസ്ക് എലമെന്റ് അവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്റേഴ്സ് നോക്കുക. ഇനി 10ാം ക്ലാസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ 10ാം ക്ലാസ് ഇതുപോലെ തന്നെയാണ്. ഈ പറഞ്ഞ ചില ചാപ്റ്റേഴ്സ് ഒന്നും നമുക്ക് വേണ്ട. ബാക്കി മാനവികത എന്നൊക്കെ പറയുമ്പോൾ അവിടെ ലോക ചരിത്രമാണ്. VFAക്ക് തന്നെ അവിടെ ചോദിക്കാൻ സാധ്യതയില്ല. പക്ഷെ ഞാനത് ഉൾപ്പെടുത്തിയത് നിങ്ങൾ ഒഴിവാക്കണ്ട. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഒക്കെ അത്യാവശ്യം നല്ല ടൈറ്റ് ആണ്, നല്ല റാങ്ക് കിട്ടണം. മക്കളെ, ഞാനൊരു കാര്യം പറയട്ടെ. പലർക്കും സംശയമാണ്, ഇയാൾ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ഇതൊന്നും അല്ലാലോ ഞങ്ങൾക്ക് സ്ഥാപനത്തിൽ കുറച്ചൊരു 10 ചാപ്റ്ററിലേ തന്നിട്ടുള്ളൂ എന്ന് പറയും. നിങ്ങൾ 10 ചാപ്റ്റർ പഠിച്ചോളൂ. ഈ സ്ഥാപനങ്ങൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചാപ്റ്റേഴ്സ് ആണ് തരുന്നത്. പരീക്ഷ അടുപ്പിച്ച് ഈ പറയുന്ന ഞാനും അല്ലെങ്കിൽ നമ്മുടെ ചാനൽ എടുക്കുന്ന 60 ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞല്ലോ, ആ 60 ചാപ്റ്റേഴ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങളെ സ്ഥാപനങ്ങൾ നൽകുന്ന ചാപ്റ്റേഴ്സ് തന്നെയായിരിക്കും. 97 ചാപ്റ്റേഴ്സ് ആണ് ഈ കണക്ക് പ്രകാരം നമുക്ക് LGSനുള്ളത്. LGSന് വേണ്ടി മാത്രമാണ്. എന്ന് വെച്ചാൽ 7ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ. അതിന്റെ കൂടെ 5ാം ക്ലാസ് 5th സ്റ്റാൻഡേർഡും നമ്മൾ കൂട്ടണം. 6ാം ക്ലാസ് 6th സ്റ്റാൻഡേർഡും. അതിനകത്തുള്ള മുഴുവൻ ചാപ്റ്റേഴ്സും ജസ്റ്റ് ഒന്ന് വായിക്കാൻ ഒരു ദിവസം മതി. 5ഉം 6ഉം പഠിക്കാൻ ഒറ്റ ദിവസം മതി. ഈ ഒരു 97 ചാപ്റ്റേഴ്സ് പഠിക്കാൻ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ടൈം എടുക്കും. നോക്കൂ, ഈ 97 ചാപ്റ്റേഴ്സിന് കൂടെ VFAക്ക് വേണ്ടി മാത്രം ലോക ചരിത്രവും അതുപോലെ തന്നെ ലോക ഭൂമിശാസ്ത്രവും ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് വെച്ചിട്ട് 20 ചാപ്റ്റേഴ്സ് ഉണ്ട്. ടോട്ടലായിട്ട് നമ്മൾ റൗണ്ട് ചെയ്യുമ്പോൾ ഏകദേശം മക്കളെ ഒരു 120 ചാപ്റ്റേഴ്സ് ആണ്. ഈ 120 ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ച 10th ലെവൽ ഒരു എക്സാമിന് നിങ്ങൾ സെറ്റാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 60 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, ഇത് ഞാൻ പകുതിയാക്കിയതല്ല, ഏറ്റവും പ്രധാനപ്പെട്ട 60 ചാപ്റ്റേഴ്സ്. അതൊന്ന് പറഞ്ഞു തരുമോ? അടുത്ത ചോദ്യം എനിക്കറിയാം, ഞാൻ അത് പറഞ്ഞു തരും. ഓക്കെ, അതാണ് നമ്മളിപ്പോൾ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ 7ാം ക്ലാസ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് പോയി പഠിക്കുക. 8ാം ക്ലാസ് എന്ന പ്ലേലിസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്, അത് കാണുക. 9ാം ക്ലാസ് എന്ന പ്ലേലിസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്, അത് കാണുക. ഇനി 10 ഉടൻ തന്നെ തുടങ്ങും. അങ്ങനെ 7, 8, 9, 10 4 പ്ലേലിസ്റ്റുകളാണ് തുടങ്ങിയത്. അതിനകത്തൊക്കെ ഒരുപാട് ക്ലാസ്സുകൾ ഫില്ല് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഇത് മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചോട്ട് അവരോടൊക്കെ പറയുക SCERT പഠിക്കാൻ ബെസ്റ്റ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം കേട്ടോ, ഇല്ലെങ്കിൽ പറയരുതേ. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് നമ്മൾ ഓൾറെഡി നമ്മുടെ സെക്കൻഡ് ചാനൽ എടുക്കുന്നുണ്ട്, അതും. ഇനി ഇതുപോലെ ടാസ്കുകൾ ഞാൻ പറഞ്ഞത് ഓരോ ചാപ്റ്റേഴ്സ് ഇതുപോലെ ടാസ്ക്, ഇതൊക്കെ നമ്മുടെ പെയ്ഡ് ബാച്ച് കൊടുക്കുന്ന കേട്ടോ. ഉൽപാദന പ്രക്രിയയിലൂടെ സാമ്പത്തിക സ്രോതസ്സുകൾ മുമ്പത്തെ CRT ആണ്. ഇങ്ങനെ ഓരോ ദിവസം പഠിക്കാൻ പറയും, അതിന്റെ PDF ഉം ക്ലാസ്സും കൊടുത്തിട്ട് എക്സാം നടത്തും കേട്ടോ. അപ്പൊ ഇതൊക്കെ നമ്മുടെ ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്താൽ ഫ്രീ ആയിട്ടും കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഇനി പെയ്ഡ് ആയിട്ട് വേണ്ടവർക്ക് ഞാൻ പറഞ്ഞ SCERT പ്രത്യേകിച്ച് പെയ്ഡ് ബാച്ച് ഇല്ല, കമ്പനി ബോർഡ് LGSന്റെ ബാച്ചാണുള്ളത്. ഒരു 5 മാസത്തേക്ക് ചെറിയൊരു ഫീസ് നിങ്ങൾക്ക് കമ്പനി ബോർഡ് LGSന്റെ കംപ്ലീറ്റ് മെന്റർഷിപ്പ് ബാച്ചാണ്. ഫുൾ ടൈം മെന്റർഷിപ്പ് ഞാൻ തന്നെ നൽകുന്ന ഒരു ബാച്ചാണ്. അതിനകത്തേക്ക് വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മെസ്സേജ് അയക്കട്ടോ. 7306118242 മെസ്സേജ് അയച്ച് കിട്ടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യുക, നിങ്ങൾക്ക് തീർച്ചയായും റിപ്ലൈ കിട്ടും കേട്ടോ. ഓക്കെ, ഞാനല്ല വാട്സപ്പ് നോക്കുക. അപ്പൊ അത് എന്ത് ചെയ്യുക, ഈ പറയുന്ന കാര്യങ്ങൾ മറക്കരുത്. ഇങ്ങനെയാണ് SCERT നിങ്ങൾ പഠിക്കേണ്ടത്. പറഞ്ഞാൽ പ്രധാനപ്പെട്ട 60 ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു മാർക്ക് കിട്ടും. പക്ഷെ അത് വെച്ച് നിങ്ങൾ പോകരുത് എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. നിങ്ങൾ എല്ലാവരും പറ്റുന്നവർ ഈ 120 ചാപ്റ്റേഴ്സ് അല്ലെ അതിൻ്റെ എടുത്തോട്ടോ. ഞാൻ പറഞ്ഞത് 5ഉം 6ഉം കൂട്ടിയില്ല, 5ഉം 6ഉം വളരെ സിമ്പിൾ ചാപ്റ്റേഴ്സ് ഞാൻ കണക്കാക്കുന്നില്ല. അപ്പൊ ബാക്കി ഒരു 120 ചാപ്റ്റേഴ്സ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ നമുക്ക് എത്ര മാർക്ക് വേണം? നമുക്ക് VFAക്ക് ഏറ്റവും ടോപ്പ് മാർക്ക് നമ്മുടെ കട്ട് ഓഫിനേക്കാളും ഒരു 10 മാർക്കൊക്കെ മുകളിൽ പോകണം. അതുപോലെ തന്നെ കമ്പനി ബോർഡ് LGS ഡിഗ്രിക്കാർ ചെയ്യുന്ന പരീക്ഷ ഒരു ഉദാഹരണം പറയുകയാണെ, 100 ക്വസ്റ്റ്യൻസ് 96 എണ്ണം ശരിയാണെന്ന് കരുതുക. നിങ്ങൾ നോക്കൂ, 85ന്റെ മുകളിൽ മാർക്ക് കിട്ടുന്ന ഒരുപാട് പേരുണ്ടാവും. കാരണം LGS എക്സാം ആണ്. അപ്പം നമുക്ക് 85ന് മുകളിലൊക്കെ സ്കോർ ചെയ്യണമെങ്കിൽ നോക്കൂ, നല്ല നല്ല ചോദ്യങ്ങൾ SCERT എടുത്തിട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് കിട്ടണം. അപ്പോൾ ഇതുവരെ ചോദിച്ച SCERT ഇന്ന ചാപ്റ്റർ മാത്രം എന്ന് പറഞ്ഞാൽ അത് പഠിച്ചു പോലെ നമുക്ക് പരീക്ഷ വളർന്ന് മാർക്ക് മുഴുവൻ കിട്ടുന്ന എന്തെങ്കിലും ഉറപ്പുണ്ടോ? ഇല്ല, റിസ്ക് എടുക്കാൻ പറ്റില്ല. 3 മാസമുണ്ട്. നിങ്ങൾ ഒരു ദിവസം നോക്കൂ, ഈ ഒരു 60 ചാപ്റ്ററിൽ ഒരു ചാപ്റ്റർ പഠിച്ചാൽ 2 മാസം കൊണ്ട് തീരും.
അല്ലേ? അപ്പൊ നിങ്ങൾ പഠിക്കുന്നവർ, സ്വന്തമായിട്ട് പഠിക്കുന്നവർ, ഓഫ്ലൈനിൽ പോകുന്നവർ, ഓൺലൈൻ എങ്ങനെയാണെങ്കിലും ഒരു SCERT പാഠഭാഗം ഞാൻ ഈ പറയുന്ന ലിസ്റ്റ് വെച്ചിട്ട് നിങ്ങൾ നോട്ടിനകത്തേക്ക് 7, 8, 9, 10 എഴുതി വെച്ചിട്ട് ഓരോ SCERT ചാപ്റ്റേഴ്സ് പഠിക്കുക. ഇതിന്റെ എല്ലാം PDF നോട്ട് ഞാൻ പറഞ്ഞല്ലോ, ഓരോ ചാപ്റ്ററിന്റെയും സെപ്പറേറ്റ് ഓരോ ദിവസവും നമ്മുടെ ടെലഗ്രാം ചാനൽ ഫ്രീ ആയിട്ട് കൊടുക്കും. ഞാൻ പറഞ്ഞ ക്ലാസ്, അതുപോലെ തന്നെ മെന്റർഷിപ്പ്, എക്സാം, ഇതൊക്കെ വേണമെങ്കിലാണ് പെയ്ഡ് ബാച്ച്. അല്ലാത്തവർക്ക് ഫ്രീ ആയിട്ട് ഇതൊക്കെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ കിട്ടും. ക്ലാസ്സുകളെല്ലാം ഫ്രീ ആണ് യൂട്യൂബിലൂടെ. നിങ്ങളുടെ അഭിപ്രായം VFA കുറിച്ചുള്ള വിശദാംശങ്ങൾ അടുത്ത വീഡിയോ ഞാൻ തരും. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും പഠന സംബന്ധമായി നിങ്ങൾക്ക് അറിയണമെങ്കിൽ SCERT ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഇതൊരു പക്ഷേ നിങ്ങൾക്ക് പ്രായോഗികമായിട്ട് കാണുമ്പോൾ ഒരു സുഖം തോന്നില്ല. കുറച്ചുകൂടി ഷോർട്ടായിട്ട് നിങ്ങൾക്ക് വേറെ നൽകിയിട്ടുണ്ടല്ലോ വേറെ സ്ഥാപനങ്ങൾ, നിങ്ങൾ അത് ഫോളോ ചെയ്തോളൂ കേട്ടോ. ഇത് ഞാൻ പറഞ്ഞത് യാഥാർത്ഥ്യം നിങ്ങൾ ഉൾക്കൊള്ളണം. ഇത്രയും ചാപ്റ്റർ പഠിക്കണം, ഇതിൽ നിന്നും ഇങ്ങനെയൊക്കെ ഒഴിവാക്കാം, പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് മാത്രം നമുക്ക് പഠിക്കാം എന്നുള്ളൊരു ധാരണ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ പറഞ്ഞത് കേട്ടോ. VFAക്ക് പലരും അറിയില്ല ഏത് പഠിക്കണം, LGSന് ഏത് പഠിക്കണം എന്ന്. ആ ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് വീഡിയോ ചെയ്തത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, നമ്മുടെ ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ, അടുത്ത ക്ലാസ്സുമായി കാണാം. അതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ. ഗുഡ് ബൈ, താങ്ക് യു.